നമസ്കാരം. മിഡിൽ ഈസ്റ്റ് വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം നോക്കാം പ്രധാന തലക്കെട്ടുകൾ. റഷ്യയിൽ നിന്ന് ക്രൂഡ് ഓയിൽ വാങ്ങുന്നത് ഭാഗികമായി നിർത്തി ഇന്ത്യയുടെ പൊതുമേഖലാ എണ്ണ കമ്പനികൾ. നടപടി ട്രംപിന്റെ ഉപരോധ ഭീഷണിയുടെ പശ്ചാത്തലത്തിലെന്ന് സൂചന. റഷ്യൻ വിപണി വിലയേക്കാൾ കുറഞ്ഞ വിലയ്ക്ക് എണ്ണ നൽകാമെന്ന വാഗ്ദാനവുമായി US. ട്രംപ് ഇന്ത്യക്ക് മേൽ ഏർപ്പെടുത്തിയ 25% താരിഫ് പ്രാബല്യത്തിൽ. പിഴയെക്കുറിച്ച് വ്യക്തതയില്ല. 71ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. മികച്ച ചിത്രം 12th ഫെയിൽ, മികച്ച നടി റാണി മുഖർജി, ഷാരൂഖ് ഖാനും വിക്രാന്ത് മാസിയും മികച്ച നടന്മാർ. മലയാളത്തിനും നേട്ടം. മികച്ച സഹനടി ഉർവശി, സഹനടൻ വിജയരാഘവൻ. മികച്ച മലയാള ചിത്രം ഉള്ളൊഴുക്ക്. മികച്ച എഡിറ്റർ മിഥുൻ മുരളി. മികച്ച വിവരണം S ഹരികൃഷ്ണൻ. ഛത്തീസ്ഗഡിൽ അറസ്റ്റിലായ കന്യാസ്ത്രീകളുടെ ജാമ്യാപേക്ഷയിൽ വാദം പൂർത്തിയായി. വിധി നാളെ. കേസന്വേഷണം ആദ്യഘട്ടത്തിലെന്ന സാങ്കേതിക വാദവുമായി പ്രോസിക്യൂഷൻ. കേസ് പരിഗണിച്ചത് ബിലാസ്പൂർ NIA കോടതി. റായ്പൂരിൽ കോൺഗ്രസ് പ്രതിഷേധം. ഞായർ തിങ്കൾ ദിവസങ്ങളിൽ സംസ്ഥാനത്ത് LDFന്റെ പ്രതിഷേധ സംഗമം. മാർ ആൻഡ്രൂസ് താഴത്തിനെ കണ്ട് രാജീവ് ചന്ദ്രശേഖർ. കനത്ത ചൂടിനെ പേടിക്കാതെ ഇനി മുതൽ ദുബായ് നിവാസികൾക്ക് പ്രഭാത വ്യായാമം നടത്താം. ദുബായിലെ മാളുകൾക്കുൾവശം ജോഗിംഗ് ട്രാക്കുകളായി മാറുന്ന മാളത്തോൺ പദ്ധതിക്ക് തുടക്കം. സൗകര്യം ലഭിക്കുക രാവിലെ 7 മണി മുതൽ 10 മണി വരെ. ഖാലിദ് ജമീൽ ഇന്ത്യൻ ഫുട്ബോൾ ടീമിന്റെ മുഖ്യ പരിശീലകനാകും. തെരഞ്ഞെടുത്തത് AIFF എക്സിക്യൂട്ടീവ് കമ്മിറ്റി. വിശദമായി നോക്കാം. റഷ്യയിൽ നിന്ന് ക്രൂഡ് ഓയിൽ വാങ്ങുന്നത് ഭാഗികമായി നിർത്തി ഇന്ത്യയുടെ പൊതുമേഖലാ എണ്ണ കമ്പനികൾ. നടപടി ട്രംപിന്റെ ഉപരോധ ഭീഷണിയുടെ പശ്ചാത്തലത്തിലെന്ന് സൂചന. റഷ്യ വിപണി വിലയേക്കാൾ കുറഞ്ഞ വിലയ്ക്ക് എണ്ണ നൽകാമെന്ന വാഗ്ദാനവുമായി US. 70-ലധികം രാജ്യങ്ങൾക്ക് അമേരിക്ക ചുമത്തിയ പുതിയ തീരുവ പ്രാബല്യത്തിൽ വന്നു. ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് 25% തീരുവയും അധിക പിഴയുമാണ് ചുമത്തിയിരിക്കുന്നത്. കാനഡയുടെ തീരുവ 35% ഉയർത്തിയിട്ടുണ്ട്. ട്രംപിന്റെ കടുത്ത നിലപാട് തുടരുക തന്നെയാണ്. വിവിധ രാജ്യങ്ങൾക്ക് പ്രഖ്യാപിച്ച താരിഫ് പ്രാബല്യത്തിൽ വന്നു. 10% മുതൽ 41% വരെയാണ് താരിഫ് ചുമത്തിയിരിക്കുന്നത്. കാനഡയുടെ തീരുവ 25%-ൽ നിന്ന് 35%-ആയി ഉയർത്തി. സിറിയയ്ക്ക് 41%-ആണ് തീരുവ. ലാവോസ്, മ്യാൻമാർ എന്നീ രാജ്യങ്ങൾക്ക് 40%-വും സ്വിറ്റ്സർലൻഡിന് 39%-വും ഇറാഖ്, സെർബിയ രാജ്യങ്ങൾക്ക് 35% തീരുവയുമാണ് അമേരിക്ക ചുമത്തിയിരിക്കുന്നത്. തീരുവ സംബന്ധിച്ച് ഇന്ത്യയും അമേരിക്കയും പലവട്ടം ചർച്ച നടത്തിയെങ്കിലും ഒന്നും ഫലം കണ്ടില്ല. ട്രംപ് പ്രഖ്യാപിച്ച 25% തീരുവയും അധിക പിഴയും ഇനി ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് ഈടാക്കും. റഷ്യയിൽ നിന്നുള്ള ഇന്ത്യയുടെ തുടർച്ചയായുള്ള ക്രൂഡ് ഓയിൽ ഇറക്കുമതിയാണ് ട്രംപിനെ പ്രകോപിപ്പിച്ച പ്രധാന ഘടകം. റഷ്യയിൽ നിന്ന് ആയുധങ്ങൾ വാങ്ങുന്നതിനെയും ട്രംപ് വിമർശിച്ചിരുന്നു. പുതിയ തീരുവ നിലവിൽ വരുന്നതോടെ ഇന്ത്യൻ കയറ്റുമതി മേഖല വൻ സമ്മർദ്ദത്തിലാവും. മരുന്ന്, വാഹനഭാഗങ്ങൾ, രത്നങ്ങൾ, ഇലക്ട്രിക്കൽ സാധനങ്ങൾ, ഭക്ഷ്യോൽപ്പന്നങ്ങൾ എന്നിവയാണ് അമേരിക്കയിലേക്കുള്ള പ്രധാന കയറ്റുമതി ഉൽപ്പന്നങ്ങൾ. കൂടാതെ സമുദ്രോൽപ്പന്നങ്ങൾ, വസ്ത്രങ്ങൾ, ആഭരണങ്ങൾ എന്നിവയ്ക്കും അമേരിക്കയുടെ തീരുവ നയം തിരിച്ചടിയാകും. ജൂലൈ മുതൽ സെപ്റ്റംബർ വരെ 10% കയറ്റുമതിയെ ഇത് ബാധിക്കുമെന്നാണ് ഏകദേശ കണക്ക്. കാർഷികോൽപ്പന്നങ്ങൾ, കൊക്കോ, സുഗന്ധദ്രവ്യങ്ങൾ, സമുദ്രോൽപ്പന്നങ്ങൾ, ടെക്സ്റ്റൈൽ, ആഭരണങ്ങൾ, ഓട്ടോമൊബൈൽ, പാൽ ഉൽപ്പന്നങ്ങൾ തുടങ്ങിയവയുടെ കയറ്റുമതി മേഖലകൾക്കാണ് കാര്യമായ പ്രഹരമുണ്ടാകുക. ന്യൂസ് ഡെസ്ക്, അമൃത ന്യൂസ്. ഛത്തീസ്ഗഡിൽ അറസ്റ്റിലായ കന്യാസ്ത്രീകളുടെ ജാമ്യാപേക്ഷയിൽ ബിലാസ്പൂർ NIA കോടതി നാളെ വിധി പറയും. ജാമ്യാപേക്ഷയിൽ വാദം പൂർത്തിയായി. കേസ് അന്വേഷണം ആദ്യഘട്ടത്തിലെന്ന് പ്രോസിക്യൂഷൻ വ്യക്തമാക്കി. മതപരിവർത്തനവും മനുഷ്യക്കടത്തും ആരോപിച്ചാണ് 2 കന്യാസ്ത്രീകളെ റെയിൽവേ പോലീസ് ഛത്തീസ്ഗഡിൽ അറസ്റ്റ് ചെയ്തത്. കന്യാസ്ത്രീമാരുടെ ജാമ്യ ഹർജിയിൽ NIA കോടതിയിൽ വിശദമായ വാദമാണ് നടന്നത്. രാവിലെ കേസ് പരിഗണിച്ചപ്പോൾ കേസ് ഡയറി ഹാജരാക്കാൻ കോടതി പബ്ലിക് പ്രോസിക്യൂട്ടർക്ക് നിർദ്ദേശം നൽകിയിരുന്നു. പരസ്യമായ എതിർപ്പ് കോടതിയിൽ ഉന്നയിച്ചില്ലെങ്കിലും കേസന്വേഷണം പ്രാഥമിക ഘട്ടത്തിലാണെന്ന് പ്രോസിക്യൂഷൻ കോടതിയെ അറിയിച്ചു. കേസ് ഡയറി പരിശോധിച്ച ശേഷമാണ് കോടതി ജാമ്യാപേക്ഷയിൽ വിധി പറയാൻ നാളത്തേക്ക് മാറ്റിയത്. ഛത്തീസ്ഗഡ് മുൻ അഡീഷണൽ അഡ്വക്കേറ്റ് ജനറൽ അമൃതോദാസ് ആണ് കന്യാസ്ത്രീകൾക്കായി ഹാജരായത്. പ്രോസിക്യൂഷൻ അനുകൂലമായ നിലപാടാണ് സ്വീകരിച്ചതെന്നും നാളെ ജാമ്യം ലഭിക്കുമെന്നും NIA കോടതിയിലെത്തിയ BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി അനൂപ് ആന്റണി വ്യക്തമാക്കി. ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രി വിഷ്ണുദേവ് സായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായും ഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. ജാമ്യാപേക്ഷയെ ഛത്തീസ്ഗഡ് സർക്കാർ എതിർക്കില്ലെന്ന് അമിത്ഷാ നേരത്തെ ഉറപ്പു നൽകിയിരുന്നു. നാളെ ജാമ്യം ലഭിച്ചാൽ കന്യാസ്ത്രീകൾക്ക് പുറത്തിറങ്ങാൻ കഴിയുമെന്നാണ് പ്രതീക്ഷ.
അറസ്റ്റിലായ സിസ്റ്റർ വന്ദന ഫ്രാൻസിസും പ്രീതി മേരിയും ദുർഗ് സെൻട്രൽ ജയിലിൽ ഒരാഴ്ചയായി തുടരുകയാണ്. കൊടിക്കുന്നിൽ സുരേഷ്, ആന്റോ ആന്റണി, രാജ്മോഹൻ ഉണ്ണിത്താൻ, ഹൈബി ഈഡൻ, ഡീൻ കുര്യാക്കോസ് തുടങ്ങിയ UDF MPമാർ ദുർഗിലെത്തിയിട്ടുണ്ട്. ജാമ്യം ലഭിക്കുന്നതുവരെ ദുർഗിൽ തുടരുമെന്ന നിലപാടിലാണ് കോൺഗ്രസ് MPമാർ. ന്യൂസ് ഡെസ്ക് അമൃത ന്യൂസ്. BJP രാഷ്ട്രീയ നാടകം കളിക്കുകയാണെന്ന് KC വേണുഗോപാൽ MP. അറസ്റ്റ് ചെയ്യപ്പെട്ട ആദ്യ ദിവസം തന്നെ കന്യാസ്ത്രീകൾക്ക് ന്യായമായ ജാമ്യത്തിന് അർഹതയുണ്ടായിരുന്നു. അത് നിഷേധിച്ചത് BJP ഭരണകൂടമാണ്. കേന്ദ്ര സർക്കാരിന് ആത്മാർത്ഥതയുണ്ടായിരുന്നെങ്കിൽ മനുഷ്യക്കടത്ത്, മതപരിവർത്തനം പോലുള്ള വകുപ്പുകൾ ഒഴിവാക്കാൻ ഛത്തീസ്ഗഡ് സർക്കാരിനോട് ആവശ്യപ്പെടാത്തത് എന്തുകൊണ്ടെന്നും അദ്ദേഹം ചോദിച്ചു. ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ച് കൊല്ലത്ത് വായ് മൂടിക്കെട്ടി സമരം നടന്നു. കാത്തലിക് സ്കൂൾ സ്റ്റാഫ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ നടന്ന റാലിയിൽ നൂറുകണക്കിന് ആളുകൾ പങ്കെടുത്തു. കൊല്ലം രൂപത ബിഷപ്പ് ഡോക്ടർ പോൾ ആന്റണി മുല്ലശ്ശേരി പ്രതിഷേധം ഉദ്ഘാടനം ചെയ്തു. കന്യാസ്ത്രീകളെ തുറങ്കലിലടയ്ക്കാൻ ആസൂത്രണം നടന്നെന്നും രാജ്യത്തിന്റെ നന്മയല്ല ഇതിന് പിന്നിൽ പ്രവർത്തിച്ചവർ ആഗ്രഹിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. കുട്ടികളെ മതപരിവർത്തനം ചെയ്തതാണെന്നും അതുതന്നെയാണ് ഏറ്റവും വലിയ കാരണം. രണ്ടാമത് മനുഷ്യക്കടത്തുന്നാക്കി. കാരണം ക്രിസ്ത്യാനികളാണെന്ന് അറിഞ്ഞപ്പോഴത്തേക്ക് മനസ്സിലായി ഇനി അത് നടക്കുകയില്ല. അതുകൊണ്ട് അവരുടനെ മനുഷ്യക്കടത്താക്കി. എങ്ങനെ മനുഷ്യക്കടത്താകുന്നത്? തെറ്റായ ഒരു കാര്യത്തിനോ മനുഷ്യനെ ജീവിത സന്ധാരണ രീതിക്ക് വിഘാതമായി അടിമപ്പണിക്കോ അല്ല കൊണ്ടുപോയത്. കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്ത പശ്ചാത്തലത്തിൽ BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ കാത്തലിക് ബിഷപ്സ് കോൺഫറൻസ് ഓഫ് ഇന്ത്യ പ്രസിഡന്റ് മാർ ആൻഡ്രൂസ് താഴത്തുമായി തൃശൂരിൽ കൂടിക്കാഴ്ച നടത്തി. അറസ്റ്റിൽ വേദനയും അമർഷവുമുണ്ടെന്ന്, എത്രയും വേഗം കന്യാസ്ത്രീകളുടെ മോചനം സാധ്യമാക്കണമെന്നും മാർ ആൻഡ്രൂസ് താഴത്ത് പറഞ്ഞു. കന്യാസ്ത്രീകളെ മോചിപ്പിക്കുമെന്ന് പ്രധാനമന്ത്രി ഉറപ്പു നൽകിയിട്ടുണ്ടെന്ന് രാജീവ് ചന്ദ്രശേഖറും അറിയിച്ചു. കന്യാസ്ത്രീകളുടെ അറസ്റ്റ് ഭരണഘടനയ്ക്കും മതസ്വാതന്ത്ര്യത്തിനും എതിരാണെന്ന് മാർ ആൻഡ്രൂസ് താഴത്ത് ചർച്ചയ്ക്ക് ശേഷം മാധ്യമങ്ങളോട് പറഞ്ഞു. ക്രൈസ്തവർക്കെതിരെ വിവേചനമുണ്ട്. കന്യാസ്ത്രീകളെ എത്രയും വേഗം ജയിൽ മോചിതരാക്കണം. ന്യൂനപക്ഷങ്ങൾക്ക് നീതിയും സുരക്ഷിതത്വവും ലഭിക്കണം. രാജീവ് ചന്ദ്രശേഖറിന്റെ സന്ദർശനത്തിൽ സന്തോഷമുണ്ടെന്നും സഭയ്ക്ക് രാഷ്ട്രീയമില്ലെന്നും മാർ ആൻഡ്രൂസ് താഴത്ത് പറഞ്ഞു. ഇന്ന് രാജീവ് ചന്ദ്രശേഖർ കാണാനായിട്ട് വന്നപ്പോൾ വലിയ സന്തോഷമുണ്ട്. പ്രത്യേകിച്ച് പ്രൈം മിനിസ്റ്ററും ഹോം മിനിസ്റ്ററും പറഞ്ഞതിൻ്റെ വെളിച്ചത്തിൽ ഈ നടന്ന കാര്യങ്ങൾ ബ്രീഫ് ചെയ്യാനാണ് വന്നത്. ഞങ്ങൾക്ക് ഇന്ത്യയിൽ പൗരന്മാരെന്ന നിലയിൽ ജീവിക്കാനും സ്വാതന്ത്ര്യം കിട്ടണം. ഓരോ രാജ്യത്തെയും ഓരോ സംസ്ഥാന നിയമങ്ങൾ പാലിക്കണം തന്നെയാണ് ഞങ്ങൾ പറയുന്നത്. പ്രശ്നം പരിഹരിക്കാൻ ഇടപെടൽ നടക്കുകയാണെന്ന് രാജീവ് ചന്ദ്രശേഖർ ചർച്ചയ്ക്ക് ശേഷം മാധ്യമങ്ങളോട് പറഞ്ഞു. പ്രധാനമന്ത്രിയുമായി ഇക്കാര്യം സംസാരിച്ചു. ജാമ്യം കിട്ടുമെന്ന് പ്രധാനമന്ത്രി ഉറപ്പു നൽകി. ആഭ്യന്തരമന്ത്രി അമിത്ഷായും ഇക്കാര്യം പറഞ്ഞിട്ടുണ്ട്. ഇതിൽ രാഷ്ട്രീയം കാണരുത്. ജനങ്ങളെ സഹായിക്കാൻ രാഷ്ട്രീയമോ മതമോ BJP നോക്കാറില്ല. ഛത്തീസ്ഗഡ് സർക്കാർ ജാമ്യത്തെ എതിർക്കില്ലെന്ന് പറഞ്ഞിട്ടുണ്ട്. വേഗത്തിൽ മോചനം സാധ്യമാകുമെന്നാണ് പ്രതീക്ഷ. ആരും രാഷ്ട്രീയ നാടകം കളിക്കരുതെന്നും രാജീവ് ചന്ദ്രശേഖർ കൂട്ടിച്ചേർത്തു. എനിക്ക് കോൺഫിഡൻസ് ഉണ്ട്. പിതാവിനെ ഞാൻ ഇപ്പോൾ വന്നത് ബ്രീഫ് ചെയ്യാനാണ്. പ്രൈം മിനിസ്റ്റർ പറഞ്ഞ ഉറപ്പും ഹോം മിനിസ്റ്റർ തന്ന ഉറപ്പിനെ കുറിച്ച് ബ്രീഫ് ചെയ്തു. ഇനി അത് അവർ വരുന്നവരെ ഞങ്ങൾ അവിടെ അവരുടെ ഒപ്പം കൂടെ ഉണ്ടാവുമെന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. ഇതിനെ പൊളിറ്റിസൈസ് ചെയ്യാൻ പാടില്ല. ഞങ്ങൾ ഇത് രാഷ്ട്രീയമായിട്ട് കാണുന്നില്ല. ജനങ്ങൾ സഹായിക്കണമെന്ന് പറഞ്ഞാൽ പാർട്ടി ഇറങ്ങും, സഹായിക്കും. അത് മതം നോക്കിയിട്ടോ വോട്ട് നോക്കിയിട്ടോ രാഷ്ട്രീയം നോക്കിയിട്ടല്ല ഞങ്ങൾ അത് ചെയ്യുന്നത്. ഇതിനെ രാഷ്ട്രീയ നാടകമായിട്ട് മാറ്റരുത്. കന്യാസ്ത്രീകളുടെ ജാമ്യം നിഷേധിച്ചത് BJP സംസ്ഥാന നേതൃത്വത്തെ സമ്മർദ്ദത്തിലാക്കിയിരുന്നു. സഭയുടെ ഭാഗത്തു നിന്നും അമർഷം ഉയർന്നതോടെയാണ് അനുനയ നീക്കത്തിന് BJP മുതിർന്നത്. അമൃത ന്യൂസ്, തൃശൂർ. KTU ഡിജിറ്റൽ സർവകലാശാലകളിൽ സർക്കാർ നൽകിയ പാനൽ തള്ളി താൽക്കാലിക VCമാരെ ഗവർണർ നിയമിച്ചു. ഡിജിറ്റൽ സർവകലാശാലയിൽ ഡോക്ടർ സിസ തോമസിനെയും സാങ്കേതിക സർവകലാശാലയിൽ ഡോക്ടർ ശിവപ്രസാദിനെയും താൽക്കാലിക VCമാരായി 6 മാസത്തേക്ക് നിയമിച്ചു. അതേസമയം താൽക്കാലിക VC നിയമനം റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ട് ഗവർണർക്ക് മുഖ്യമന്ത്രി വീണ്ടും കത്ത് നൽകി. കേരള സർവകലാശാല തർക്കത്തിൽ പ്രതികരണവുമായി മന്ത്രി R. ബിന്ദു. സർക്കാരുമായി ആലോചിച്ചു വേണം VC നിയമനം നടത്താനെന്ന് കോടതികൾ വിധിച്ചിട്ടുള്ളതാണ്. പക്ഷേ ഗവർണർ ഏകപക്ഷീയമായ നിയമനം നടത്തി ചട്ടം ലംഘിച്ചും കോടതി വിധിയെ കാറ്റിൽ പറത്തിയുമാണ് നിയമനം. ചാൻസലർ ജനാധിപത്യ മര്യാദ പുലർത്തണം, രമ്യമായി പരിഹരിക്കാമെന്ന് പറഞ്ഞതിന്റെ പിറ്റേ ദിവസം ഗവർണർ സുപ്രീം കോടതിയിലേക്ക് പോയതെന്നും മന്ത്രി R. ബിന്ദു വ്യക്തമാക്കി.
താൽക്കാലിക VC നിയമനത്തിൽ സുപ്രീം കോടതി വിധിയെ വെല്ലുവിളിക്കുന്ന നടപടിയാണ് ഗവർണറുടെ ഭാഗത്തുനിന്നുണ്ടായതെന്ന് നിയമമന്ത്രി പി രാജീവ്. കോടതി വിധിയുടെ അന്തസ്സത്തയെ നിരാകരിക്കുകയും തള്ളിക്കളയുകയുമാണ് ഗവർണർ ചെയ്തിരിക്കുന്നത്. സുപ്രീം കോടതി വിധിയുടെ അന്തസ്സത്തയ്ക്കുള്ളിൽ നിന്നുകൊണ്ട് സർവകലാശാല വിഷയം പരിഹരിക്കാനായി നിയമമന്ത്രിയെയും ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയെയും ചുമതലപ്പെടുത്തി മുഖ്യമന്ത്രി ഗവർണർക്ക് കത്ത് നൽകിയിരുന്നു. ഈ കത്ത് തള്ളിയാണ് ഗവർണർ സ്വന്തം നിലയിൽ തീരുമാനമെടുത്തിരിക്കുന്നതെന്നും മന്ത്രി പി രാജീവ് വിമർശിച്ചു. കനത്ത ചൂടിനെ പേടിക്കാതെ ഇനി മുതൽ ദുബായ് നിവാസികൾക്ക് പ്രഭാത വ്യായാമം നടത്താം. ദുബായിലെ മാളുകൾക്കുൾവശം ജോഗിംഗ് ട്രാക്കുകളായി മാറുന്ന മാളത്തോൺ പദ്ധതിക്ക് തുടക്കമായി. രാവിലെ 7 മണി മുതൽ 10 മണി വരെയാണ് ദുബായ് നഗരത്തിലെ തെരഞ്ഞെടുത്ത മാളുകളിൽ പൊതുജനങ്ങൾക്ക് ഈ സൗകര്യം ലഭിക്കുക. ദുബായ് കിരീടാവകാശിയും UAE ഉപപ്രധാനമന്ത്രിയും പ്രതിരോധ മന്ത്രിയുമായ ഷെയ്ഖ് ഹംദാൻ ബിൻ മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂമിന്റെ ആശയാവിഷ്കാരമാണ് മാളത്തോൺ പദ്ധതി. കനത്ത ചൂടിൽ പ്രഭാത നടത്തം ഒഴിവാക്കുന്നവർക്ക് ആശ്വാസമാവുകയാണ് മാളത്തോൺ. ദുബായ് നഗരത്തിലെ തിരഞ്ഞെടുത്ത മാളുകളുടെ വിശാലമായ ഉൾവശം ജോഗിംഗ് ട്രാക്കുകളായി മാറുന്ന പദ്ധതിയാണ് ഇത്. രാവിലെ 7 മണി മുതൽ 10 മണി വരെയാണ് പൊതുജനങ്ങൾക്ക് ഈ സൗകര്യം ഉപയോഗിക്കാൻ സാധിക്കുക. മാളത്തോണിന്റെ ആദ്യ ദിനത്തിൽ തന്നെ നിരവധി പേരാണ് പ്രഭാത വ്യായാമത്തിനായി മാളുകളിലെത്തിയത്. ദുബായ് മാൾ, ദുബായ് ഹിൽസ് മാൾ, മാൾ ഓഫ് ദി എമിറേറ്റ്സ്, ദേറ സിറ്റി സെന്റർ, മിർദിഫ് സിറ്റി സെന്റർ, ദുബായ് മറീന മാൾ, ദി സ്പ്രിംഗ് സൂക്ക്, ദുബായ് ഫെസ്റ്റിവൽ സിറ്റി, ഫെസ്റ്റിവൽ പ്ലാസ എന്നീ മാളുകളാണ് നിലവിൽ മാളത്തോൺ പദ്ധതിയുടെ ഭാഗമാകുന്നത്. പങ്കെടുക്കാൻ താൽപ്പര്യമുള്ളവർ www.dubaimarathon.ae എന്ന വെബ്സൈറ്റിൽ രജിസ്റ്റർ ചെയ്യണം. രജിസ്ട്രേഷൻ സൗജന്യമാണ്. UAE പ്രതിരോധ മന്ത്രാലയമാണ് ദുബായ് സ്പോർട്സ് കൗൺസിൽ, ദുബായ് ഇക്കോണമി ആൻഡ് ടൂറിസം, ദുബായ് കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് അതോറിറ്റി എന്നിവയുടെ സഹകരണത്തോടെ മാളത്തോൺ പദ്ധതി ഒരുക്കിയിട്ടുള്ളത്. അമൃത ന്യൂസ്, ദുബായ്. ഇന്ത്യയും UAEയും തമ്മിൽ പ്രതിരോധ രംഗത്ത് സഹകരണം ശക്തമാക്കാൻ തീരുമാനം. ഡൽഹിയിൽ നടന്ന 13ാമത് ഇന്ത്യ-UAE ജോയിന്റ് ഡിഫൻസ് കോഓപ്പറേഷൻ കമ്മിറ്റിയിലാണ് ഇത് സംബന്ധിച്ചുള്ള ധാരണയായത്. ഇന്ത്യയുടെ ഡിഫൻസ് സെക്രട്ടറി രാജേഷ് കുമാർ സിംഗ്, UAE ഡിഫൻസ് അണ്ടർ സെക്രട്ടറി ലഫ്റ്റനന്റ് ജനറൽ ഇബ്രാഹിം നാസർ അൽ അലവി എന്നിവരാണ് യോഗത്തിന് അധ്യക്ഷത വഹിച്ചത്. വ്യാപാരം, നിക്ഷേപം, മാനവശേഷി കൈമാറ്റം എന്നിവയിലെ യോജിച്ച മുന്നേറ്റം പ്രതിരോധ മേഖലയിലും തുടരാൻ യോഗത്തിൽ തീരുമാനമായി. UAEയുടെ ആവശ്യത്തിനനുസരിച്ചുള്ള സൈനിക പരിശീലനം യോഗത്തിൽ ഇന്ത്യ വാഗ്ദാനം ചെയ്തു. സൗദിയിൽ പബ്ലിക് ട്രാൻസ്പോർട്ട് ബസ്സുകളിൽ രാജ്യത്ത് പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കും മുതിർന്ന പൗരന്മാർക്കും ഭിന്നശേഷിക്കാർക്കും 50% ടിക്കറ്റ് ഇളവ്. സൗദി ട്രാൻസ്പോർട്ട് ജനറൽ അതോറിറ്റിയാണ് ഇക്കാര്യം അറിയിച്ചത്. ടാക്സി, പബ്ലിക് ബസ് ട്രാൻസ്പോർട്ടേഷൻ സേവനങ്ങൾക്കുള്ള പുതിയ നിയമം അവസാന ഘട്ടത്തിലാണ്. രാജ്യത്ത് പഠിക്കുന്ന സ്വദേശികളും വിദേശികളും ഉൾപ്പെടെ വിദ്യാർത്ഥികൾ, പ്രായമായവർ, ക്യാൻസർ രോഗികൾ, രോഗികൾക്കൊപ്പമുള്ള കൂട്ടിരിപ്പുകാർ, ഭിന്നശേഷിക്കാർ എന്നിവർക്ക് 50% ഇളവ് അനുവദിക്കും. ഇത് പ്രവാസികൾക്ക് വലിയ ആശ്വാസം നൽകുന്ന ഒരു വാർത്ത കൂടിയാണ്. 10 വയസ്സിന് താഴെയുള്ള കുട്ടികളെ വാഹനങ്ങളുടെ മുൻസീറ്റിൽ ഇരുത്തുന്നത് സുരക്ഷിതമല്ലെന്ന് സൗദി ട്രാഫിക് ഡയറക്ടറേറ്റ് മുന്നറിയിപ്പ് നൽകി. അപകട സാഹചര്യങ്ങളിൽ കുട്ടികളുടെ സുരക്ഷ ഉറപ്പാക്കാനും സാധ്യമായ പരിക്കുകൾ ഒഴിവാക്കാനും പിൻസീറ്റാണ് കുട്ടികൾക്ക് ഏറ്റവും അനുയോജ്യമായ സ്ഥലമെന്ന് അധികൃതർ. കൂട്ടിയിടികളിൽ മുൻസീറ്റിലിരിക്കുന്ന കുട്ടികൾക്ക് ഗുരുതര പരിക്കുകൾ ഏൽക്കാനുള്ള സാധ്യത ചൂണ്ടിക്കാട്ടിയാണ് ട്രാഫിക് ഡയറക്ടറേറ്റ് എക്സ് പ്ലാറ്റ്ഫോമിലെ ബോധവൽക്കരണ പോസ്റ്റിൽ ഇക്കാര്യം അറിയിച്ചത്. യാത്രക്കിടെ കുട്ടികൾ ചൈൽഡ് സീറ്റ് ഉപയോഗിക്കുകയും സീറ്റ് ബെൽറ്റ് ധരിക്കുകയും ചെയ്യേണ്ടത് അനിവാര്യമാണെന്നും അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ട്. കുവൈറ്റിൽ ബയോമെട്രിക് നിയമം നടപ്പിലാക്കിയ ശേഷം ഇതുവരെയായി സ്വദേശികളും പ്രവാസികളും വിവിധ രാജ്യക്കാരുമായ സന്ദർശകരും ഉൾപ്പെടെ 1,30,00,000 പേരുടെ ബയോമെട്രിക് വിവരങ്ങൾ ശേഖരിച്ചതായി ആഭ്യന്തര മന്ത്രാലയം. ബയോമെട്രിക് നിയമം നടപ്പിലാക്കിയത് മുതൽ രാജ്യത്തെ കുറ്റവാളികൾ, പിടികിട്ടാപ്പുള്ളികൾ, വ്യാജരേഖ ചമയ്ക്കുന്നവർ എന്നിവരെ കണ്ടെത്തുന്നതിന് നിർണായകവും അനുകൂലവുമായ നിരവധി നേട്ടങ്ങളാണ് മന്ത്രാലയം കൈവരിച്ചതെന്നും അധികൃതർ അറിയിച്ചു. ഇതിനു പുറമെ ഏകദേശം 5,04,00,000 പൗരന്മാർ, താമസക്കാർ, വിദൂനികൾ എന്നിവർ ഉൾപ്പെടുന്ന ഒരു ഡാറ്റാബേസ് സ്ഥാപിച്ചതായും മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട്. നാട് കടത്തപ്പെട്ടവരെയും കുറ്റവാളികളുടെ പട്ടികയിൽ ഉൾപ്പെട്ടവരെയും രാജ്യത്തേക്ക് പ്രവേശിക്കുന്നത് തടയുവാനും അവരെ തിരിച്ചറിയുവാനും ബന്ധപ്പെട്ട അധികാരികളുമായി ഏകോപനം നടത്തിവരികയാണെന്നും അധികൃതർ അറിയിച്ചു. ദുബായ് നഗരത്തിലെ മോസ്കുകൾക്ക് സമീപമുള്ള വാഹന പാർക്കിങ്ങിന് ഇനി മുതൽ പണം ഈടാക്കും. എമിറേറ്റിലെ 59 മോസ്കുകൾക്ക് സമീപമുള്ള 2100 പാർക്കിംഗ് ഇടങ്ങൾക്ക് ഇത് ബാധകമാണ്. അതേസമയം പ്രാർത്ഥനാ സമയത്ത് 1 മണിക്കൂർ പാർക്കിംഗ് സൗജന്യമായിരിക്കും. ഈ മാസം മുതൽ പാർക്കിങ്ങിന് പണം ഈടാക്കുമെന്ന് പാർക്കിംഗ് കമ്പനി അറിയിച്ചു. മോസ്കുകൾക്ക് ചുറ്റുമുള്ള സ്ഥലങ്ങളിൽ ആഴ്ചയിൽ എല്ലാ ദിവസവും 24 മണിക്കൂറും പാർക്കിങ്ങിന് പണം അടയ്ക്കേണ്ടി വരും. എ സോൺ എന്നാവും പള്ളികൾക്ക് ചുറ്റുമുള്ള പാർക്കിംഗ് ഇടങ്ങൾ അറിയപ്പെടുക. പ്രീമിയം സോണുകളിൽ പെടുന്ന 18 പാർക്കിംഗ് ഇടങ്ങളും 41 സാധാരണ പാർക്കിംഗ് ഇടങ്ങളുമാണ് ദുബായിലെ മോസ്കുകൾക്ക് ചുറ്റുമുള്ളത്.
വിദേശത്ത് താമസിച്ച് 5 വർഷമായി കുവൈറ്റിൽ ജോലിക്ക് ഹാജരാകാതിരുന്നിട്ടും മുഴുവൻ ശമ്പളം വാങ്ങിയ ഡോക്ടർക്ക് 5 വർഷം തടവ് ശിക്ഷ. പ്രാദേശിക ദിനപത്രമാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തത്. കോടതി 3,40,000 കുവൈറ്റ് ദിനാർ പിഴയും വിധിച്ചു. ഡോക്ടറെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടാനും ഉത്തരവിട്ടു. 5 വർഷത്തിനിടെ ഇയാൾ 1,10,000 ദിനാർ ശമ്പളമായി അനർഹമായി സ്വീകരിച്ചതായി പ്രോസിക്യൂട്ടർമാർ വ്യക്തമാക്കി. സർക്കാർ ആശുപത്രിയിൽ ജോലി ചെയ്തിരുന്ന ഡോക്ടർ വിദേശത്ത് താമസിച്ച് 5 വർഷമായി ജോലിക്ക് റിപ്പോർട്ട് ചെയ്യാതിരുന്നിട്ടും മറ്റൊരു ജീവനക്കാരന്റെ ഗൂഢാലോചനയോടെ ശമ്പളം വാങ്ങിയതായി ആരോഗ്യ മന്ത്രാലയത്തിന്റെ നിയമവകുപ്പ് കണ്ടെത്തുകയായിരുന്നു. ഇതേ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ഇമിഗ്രേഷൻ രേഖകൾ പ്രകാരം ഡോക്ടർ ആ കാലയളവിൽ വിദേശത്തായിരുന്നുവെന്ന് തെളിഞ്ഞത്. ഇനി മറ്റു വാർത്തകൾ നോക്കുകയാണെങ്കിൽ സംസ്ഥാനത്തെ പൊതുവിദ്യാലയങ്ങളിലെ പുതുക്കിയ ഉച്ചഭക്ഷണ മെനു നടപ്പാക്കി. 1-ാം ക്ലാസ് മുതൽ 8-ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് പുതുക്കിയ ഉച്ചഭക്ഷണമാണ് ഇന്നു മുതൽ വിളമ്പിയത്. വെജിറ്റബിൾ ഫ്രൈഡ് റൈസ്, മുട്ട, വെജിറ്റബിൾ മോളി, പുതിനയില ചമ്മന്തി, സലാഡ്, പപ്പടം, വിഭവസമൃദ്ധമായ ആഹാരമാണ് സ്കൂൾ വിദ്യാർത്ഥികൾക്ക് വെള്ളിയാഴ്ചത്തെ മെനു. ചോറ്, പുളിശ്ശേരി, കൂട്ടുകറി, മല്ലിയില ചമ്മന്തി, പാൽ, കോവയ്ക്കാത്തോരൻ, സാമ്പാർ, കാബേജ് തോരൻ, കടല മസാല, എരിശ്ശേരി, മുതിരത്തോരൻ എന്നിവയാണ് മറ്റു ദിവസങ്ങളിൽ കുട്ടികൾക്ക് വിളമ്പുന്നത്. പുതിയ ഉച്ചഭക്ഷണക്രമത്തിന്റെ ഉദ്ഘാടനം തിരുവനന്തപുരം കോട്ടൺ ഹിൽ സ്കൂളിൽ മന്ത്രി വി ശിവൻകുട്ടി നിർവഹിച്ചു. ഉച്ചഭക്ഷണം വിളമ്പുന്നതിൽ അധ്യാപകർക്ക് ബുദ്ധിമുട്ടുണ്ടെന്ന് പറയുന്നത് വെറുതെയാണെന്നും ഇക്കാര്യത്തിൽ അധ്യാപകർ ചരിത്രം സൃഷ്ടിച്ചിരിക്കുകയാണെന്നും മന്ത്രി പറഞ്ഞു. HM ഉണ്ട്, അവർക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടി വളരെ മാതൃകാപരമായി അവർ ചെയ്തിരിക്കുകയാണ്. പിന്നെ ഞാനിപ്പോഴാണ്, കാരണം നേരത്തെ പറഞ്ഞ് ഒരു തയ്യാറെടുപ്പ് വേണ്ടല്ലോ എന്ന് പറഞ്ഞ് ഒരു 5 മിനിറ്റ് മുമ്പെയാണ് അവർ നിങ്ങളുടെ പറഞ്ഞ അതേ സമയത്താണ് അദ്ദേഹത്തിൻ്റെയും പറഞ്ഞത്. എല്ലാം വളരെ തയ്യാറെടുപ്പാണ്. ചില കേന്ദ്രങ്ങളിൽ നിന്നൊക്കെ ഒരു പൈസ ബുദ്ധിമുട്ടെന്നൊക്കെ പറയുന്നതിലൊന്നും ഒരു കാര്യവുമില്ല. ഇതൊരു ചരിത്രം സൃഷ്ടിച്ചിരിക്കുകയാണ് ഈ ഉച്ചഭക്ഷണത്തിൻ്റെ പുതിയ മെനു. കുട്ടികളിൽ ശരിയായ പോഷണത്തിന്റെ കുറവ് മൂലം 39% വിളർച്ചയും 38% അമിതവണ്ണവും കാണുന്നുവെന്ന കണ്ടെത്തലിനെ തുടർന്നാണ് പുതിയ വിഭവങ്ങൾ സർക്കാർ നിർദ്ദേശിച്ചത്. പുതിയ ഭക്ഷണക്രമത്തിൽ വിദ്യാർത്ഥികളും സന്തുഷ്ടരാണ്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. കോതമംഗലത്ത് യുവാവിനെ പെൺസുഹൃത്ത് വിഷം കൊടുത്തു കൊന്നു. മാതിരപ്പള്ളി സ്വദേശി അൻസിലാണ് മരിച്ചത്. പെൺസുഹൃത്ത് കുറ്റം സമ്മതിച്ചതായി പോലീസ് പറഞ്ഞു. ഇന്നലെ രാത്രിയാണ് കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന അൻസിൽ മരിച്ചത്. കോതമംഗലം മാതിരപ്പള്ളി സ്വദേശി അൻസിലാണ് ഇന്നലെ വൈകിട്ട് ആലുവയിലെ സ്വകാര്യ ആശുപത്രിയിൽ മരിച്ചത്. ബുധനാഴ്ച പുലർച്ചെയാണ് വിഷമുള്ളിൽ ചെന്ന അവശനിലയിൽ അൻസിലിനെ ആശുപത്രിയിൽ എത്തിച്ചത്. പെൺസുഹൃത്തിന്റെ വീടിന് സമീപം അൻസിലിനെ അവശനായി പോലീസ് കണ്ടെത്തുകയായിരുന്നു. പെൺസുഹൃത്ത് വിഷം നൽകിയതായി അൻസിൽ ഡോക്ടറോട് വെളിപ്പെടുത്തിയിരുന്നു. ഇരുവരും തമ്മിൽ അടുപ്പവും സാമ്പത്തിക ഇടപാടുകളും ഉണ്ടായിരുന്നുവെന്ന് അൻസിലിന്റെ ബന്ധുക്കൾ പറഞ്ഞു. അൻസിലിനെ വിഷം നൽകി കൊല്ലുമെന്ന പെൺസുഹൃത്ത് നേരത്തെ ഭീഷണിപ്പെടുത്തിയിരുന്നതായും ബന്ധുക്കൾ വ്യക്തമാക്കി. ഇതിനു മുമ്പ് ഈ വിഷം കൊടുത്ത പെണ്ണ് എൻ്റെ പെങ്ങളെ എടുത്തു കൊടുക്കും, നിൻ്റെ ചെറുക്കൻ വിഷം കൊടുത്ത് കൊന്നു കളയുമെന്ന് പറഞ്ഞു. ഇവരും പൈസയുടെ സാമ്പത്തിക ഇതൊക്കെ ഉണ്ട് എന്നൊക്കെയാണെന്ന് നമുക്ക് തന്നെ അറിയാൻ പാടുന്നത്. സാമ്പത്തിക ഇടപാട് കഴിഞ്ഞ അതിന് 2-1 മാസം മുമ്പ് ഇവരും എന്ത് വാക്കർക്കം ഉണ്ടായി കോതമംഗലം സ്റ്റേഷനിൽ വന്ന് മധ്യസ്ഥ പറഞ്ഞ് വിട്ടേക്കണത്. പോലീസ് ചോദ്യം ചെയ്യലിൽ അൻസിലിന് കളനാശിനി നൽകിയതായി പെൺസുഹൃത്ത് സമ്മതിച്ചു. വിഷം ഉള്ളിൽ ചെന്നിട്ടുള്ള മരണമാണ്. ആള് കൺഫ്യൂസ് ചെയ്തിട്ടുണ്ട്. കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടുകൊടുത്തു. അമൃത ന്യൂസ്, കൊച്ചി. കാരണം കാണിക്കൽ നോട്ടീസിന് പിന്നാലെ ഡോക്ടർ ഹാരിസിനെ വെട്ടിലാക്കുന്ന പുതിയ ആരോപണവുമായി ആരോഗ്യമന്ത്രി വീണ ജോർജ്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് യൂറോളജി വിഭാഗത്തിലെ ഓസിലോസ്കോപ്പ് കാണാതായി എന്ന് വിദഗ്ധ സമിതി കണ്ടെത്തിയെന്നാണ് മന്ത്രി അറിയിച്ചത്. ഹാരിസിന് നൽകിയ കാരണം കാണിക്കൽ നോട്ടീസ് നടപടിക്രമങ്ങളുടെ ഭാഗം മാത്രമാണെന്നും മന്ത്രി പറഞ്ഞു. അതേസമയം വിദഗ്ധ സമിതി റിപ്പോർട്ടിനെക്കുറിച്ച് തനിക്ക് അറിയില്ലെന്ന് ഡോക്ടർ ഹാരിസും വ്യക്തമാക്കി. മെഡിക്കൽ കോളേജിൽ യൂറോളജി വിഭാഗത്തിൽ MB ഫണ്ട് ഉപയോഗിച്ച് വാങ്ങിയ ഉപകരണത്തിന്റെ ഒരു ഭാഗം കാണുന്നില്ലെന്ന് അന്വേഷണ സമിതി കണ്ടെത്തിയതായി ആരോഗ്യമന്ത്രി വീണ ജോർജ് മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു. ഇക്കാര്യം മുൻപ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നില്ലെന്നും സംഭവത്തിൽ വകുപ്പ് തല അന്വേഷണം നടത്തുമെന്നും കളവ് പോയെന്നാണ് സംശയമെന്നുമായിരുന്നു മന്ത്രിയുടെ പ്രതികരണം. വകുപ്പ് തല അന്വേഷണത്തിൽ കാര്യങ്ങൾ കണ്ടെത്താനായില്ലെങ്കിൽ പോലീസ് അന്വേഷണം ഏർപ്പെടുത്തുമെന്നും മന്ത്രി വ്യക്തമാക്കി. സർക്കാർ ഉദ്യോഗസ്ഥരുടെ പെരുമാറ്റ ചട്ട 1960 ലംഘനം ഉണ്ടായി എന്നുള്ള സമിതിയുടെ കണ്ടെത്തലിൻ്റെ അടിസ്ഥാനത്തിലുള്ള സ്വാഭാവികമായിട്ടുള്ള അത് ഡിപ്പാർട്ട്മെൻറ്റ് തലത്തിലുള്ള ഒരു നടപടിക്രമം മാത്രമാണത്. തിരുവനന്തപുരത്ത് MPയുടെ ഫണ്ടിൽ നിന്ന് വാങ്ങിച്ച ഒരു ഉപകരണത്തിൻ്റെ ഒരു ഭാഗം കാണുന്നില്ല എന്നുള്ളത്
ഈ അന്വേഷണ സമിതി കണ്ടെത്തി. അപ്പോൾ അതിന് മുൻപ് ഇത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നില്ല. കാരണം അതൊരു കളവ് പോയി എന്നുള്ളതാണല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ അന്വേഷണം കൂടി നടത്തിയിട്ട് എന്താണ് അതിൻ്റെ റിപ്പോർട്ടെന്ന് നോക്കിയിട്ട് അതിൻ്റെ ഫർദർ ആയിട്ടുള്ള നടപടികൾ സ്വീകരിക്കും. മന്ത്രി എന്താണ് അങ്ങനെ പറഞ്ഞത് എന്നറിയില്ലെന്നും ശസ്ത്രക്രിയാ ഉപകരണങ്ങൾ കളവ് പോയിട്ടില്ലെന്നും ഡോക്ടർ ഹാരിസ് ചിറക്കൽ വ്യക്തമാക്കി. വിദഗ്ധ സംഘത്തിന് എല്ലാം പരിശോധിക്കാൻ സമയം കിട്ടിയിട്ടുണ്ടാകില്ലെന്നും കാണാതെ പോയി എന്ന് പറയുന്നത് ഓപ്പറേഷൻ തിയേറ്ററിനകത്തിരിക്കുന്ന ഉപകരണമാണെന്നും ഡോക്ടർ പറഞ്ഞു. മുൻപ് ഒരു ജൂനിയർ ഡോക്ടർ ഉപകരണം മനഃപൂർവ്വം കേടാക്കി എന്ന ആരോപണമുയർന്നിരുന്നു. എന്നാൽ അന്വേഷണത്തിൽ ആരോപണം തെറ്റാണെന്ന് കണ്ടെത്തുകയും ഉപകരണത്തിന്റെ നിർമ്മാണ പിഴവാണെന്ന് കണ്ടെത്തുകയും തുടർന്ന് കമ്പനി ഉപകരണം മാറ്റി നൽകുകയുമായിരുന്നു. താൻ ഡിപ്പാർട്ട്മെന്റ് ഹെഡ് ആകുന്നതിന് മുൻപ് നടന്ന സംഭവമാണതെന്നും അദ്ദേഹം പറഞ്ഞു. അല്ല, അങ്ങനെ ഉപകരണം കാണാതായിട്ടൊന്നുമില്ല. അവിടെ ഉപകരണം കാണാതായ ഉപകരണങ്ങളൊന്നുമില്ല. ഇല്ല, അങ്ങനെ ഉപകരണ ഭാഗങ്ങളും കാണാതായിട്ടൊന്നുമില്ല. ഇല്ലില്ല, മോസ്റ്റിലോസ്കോപ്പ് ഉൾപ്പെടെയുള്ള എല്ലാ ഉപകരണങ്ങളും അവിടെ ഉണ്ട്. വാർത്ത കേട്ടില്ല. ഞാൻ ഓപ്പറേഷൻ തിയേറ്ററിലായിരുന്നു. ഇതൊന്നും കാണാനുള്ള സമയമേ കിട്ടിയില്ല. പിന്നെ എന്താണത്, എന്ത് പശ്ചാത്തലത്തിലാണെന്ന് പറഞ്ഞതെന്നുള്ളത് നോക്കിയാലേ എനിക്ക് എന്തെങ്കിലും പറയാൻ പറ്റുള്ളൂ. ഡോക്ടർക്കെതിരെയുള്ള ആരോഗ്യമന്ത്രിയുടെയും വകുപ്പിന്റെയും ഇടപെടലുകൾക്കെതിരെ പ്രതിഷേധം ശക്തമാവുകയാണ്. റിപ്പോർട്ടിന്റെ പകർപ്പ് ഡോക്ടർ ഹാരിസിന് നൽകിയിട്ടില്ല. അമൃത ന്യൂസ്, തിരുവനന്തപുരം. ആരോഗ്യമന്ത്രിക്കെതിരെ രൂക്ഷ വിമർശനവുമായി പ്രതിപക്ഷ നേതാവ് വീണ ജോർജ് ഓരോ സമയത്തും ഓരോ നിലപാടാണ് സ്വീകരിക്കുന്നതെന്ന് വി.ഡി. സതീശൻ പറഞ്ഞു. ഡോക്ടർ ഹാരിസ് ചിറക്കലിനെ പോലെ സത്യസന്ധനായ ഒരു ഡോക്ടറെ പീഡിപ്പിക്കുന്ന നടപടിയാണ് ഉണ്ടായിരിക്കുന്നത്. പാവപ്പെട്ട ഡോക്ടറുടെ മീതെ മോഷണക്കുറ്റം ചുമത്തി രക്ഷപ്പെടാനാണ് ആരോഗ്യവകുപ്പ് ശ്രമിക്കുന്നതെന്നും വി.ഡി. സതീശൻ തിരുവനന്തപുരത്ത് വ്യക്തമാക്കി. 71ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. ഷാരൂഖ് ഖാനും വിക്രാന്ത് മാസിയും മികച്ച നടന്റെ പുരസ്കാരം പങ്കിട്ടു. റാണി മുഖർജി മികച്ച നടി, ഉള്ളൊഴുക്കിലൂടെ ഉർവശി മികച്ച സഹനടിയായും പൂക്കാലത്തിലൂടെ വിജയരാഘവൻ മികച്ച സഹനടനായും തെരഞ്ഞെടുക്കപ്പെട്ടു. ദേശീയ ചലച്ചിത്ര അവാർഡ് ലഭിച്ചതിൽ സന്തോഷം പങ്കുവച്ച് നടൻ വിജയരാഘവൻ ആദ്യമായാണ് ദേശീയ പുരസ്കാരം ലഭിക്കുന്നത്. രാജ്യത്തിന്റെ അംഗീകാരം എന്നത് വലിയ അംഗീകാരമാണ്. സിനിമയാണെല്ലാം. ഇത്രയും കാലം സിനിമയിൽ നിൽക്കാൻ കഴിഞ്ഞത് വലിയ ഭാഗ്യമാണെന്നും വിജയരാഘവൻ പറഞ്ഞു. സന്തോഷം. പിന്നെ ആദ്യമായിട്ടുള്ളൊരു നാഷണൽ അവാർഡ് കിട്ടുന്നത്, പിന്നെ ഒരു നമ്മുടെ രാജ്യത്തിന്റെ ഒരു അംഗീകാരം എന്ന് പറയുന്നത് വലിയ അംഗീകാരമാണ്. പിന്നെ ഇപ്പം ഇത്രയും വർഷവും സിനിമയിൽ ഇങ്ങനെ നിൽക്കാൻ പറ്റി എന്നുള്ളതാണ് ഏറ്റവും വലിയ ഭാഗ്യം. അത് ഞാൻ മറ്റ് പ്രൊഫഷനൊന്നും പോയിട്ടില്ല. എൻ്റെ പ്രൊഫഷനാണ്. എൻ്റെ എല്ലാം ഈ പറഞ്ഞ അഭിനയമാണ്. ഈ പറഞ്ഞ ഞാൻ കുട്ടിക്കാലം മുതൽ അഭിനയിക്കാൻ തുടങ്ങിയ നാടകത്തിൽ. അപ്പം നാടകത്തിൽ അഭിനയിച്ചു. അങ്ങനെ കോളേജ് കഴിഞ്ഞപ്പം മുതൽ പ്രൊഫഷണലായിട്ട് ആക്ടറായി നാടകത്തിൽ. പിന്നിപ്പം സിനിമയിൽ വന്നിട്ട് ഇപ്പോൾ ഒരു 42 വർഷമായി സിനിമ മാത്രം. നാടകവും സിനിമയൊക്കെ നോക്കുകയാണെങ്കിൽ ഒരു 53-54 വർഷമായി പ്രൊഫഷനായിട്ട്. അതിനു മുമ്പ് അഭിനയിക്കുമായിരുന്നു. പ്രത്യേക ജൂറി പരാമർശം ലഭിച്ചതിൽ ഒരുപാട് സന്തോഷമെന്ന് എം.കെ. രാംദാസ്. വയനാട്ടിലെ ചെറുവയൽ രാമന്റെ ജീവിതം പകർത്തിയ ഡോക്യു ഫിലിമാണ് നകൽ. വർഷങ്ങൾ നീണ്ട പ്രയത്നമാണ് ഈ ചിത്രം. മാധ്യമപ്രവർത്തകനായതിനാൽ സൂക്ഷ്മതയോടെ കാര്യങ്ങൾ പഠിച്ച് അവതരിപ്പിക്കാൻ കഴിഞ്ഞു എന്നും രാംദാസ് പറഞ്ഞു. ഒരു പ്രശംസ കിട്ടുന്നതിൽ വലിയ സന്തോഷമുണ്ട് എനിക്ക്. കാരണം നമ്മളൊരു വർക്ക് ചെയ്തതാണ്, കുറേ ദീർഘകാലമായിട്ടുള്ള നമ്മളൊരു അധ്വാനത്തിൻ്റെ ഒരു വിലയും കൂടിയാണത്. അപ്പോൾ അത് അങ്ങനെ കിട്ടിയതിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട്. ഇപ്പം ഞാനൊരു മാധ്യമപ്രവർത്തകനായതുകൊണ്ട് മാധ്യമപ്രവർത്തകരായിട്ടുള്ള പലരും, ക്യാമറാമാൻമാരായിട്ടുള്ള പലരും എന്നെ ഈ ഒരു ദൗത്യത്തിൽ സഹായിച്ചിട്ടുണ്ട്. ഈ പറയുന്ന രാമേട്ടനും കൂടി യഥാർത്ഥത്തിൽ ഇതിൻ്റെ മുഴുവനും അവകാശം രാമേട്ടനും കൂടിയാണ്. അല്ല, ഞാൻ ഇപ്പം പറഞ്ഞാൽ ദീർഘകാലമായിട്ട് ദൃശ്യമാധ്യമ രംഗത്ത് പ്രവർത്തിച്ചിട്ടുള്ള ഒരാളാണ്. ഏതാണ്ട് ഏഷ്യാനെറ്റിൽ ആദ്യം പ്രവർത്തിച്ചു, അതിനുശേഷം അമൃത ടി വിയിലായിരുന്നു ദീർഘകാലമായിട്ടുള്ളത്. അപ്പോൾ ആ കാലത്തൊക്കെയുള്ള നമ്മുടെ എക്സ്പീരിയൻസ്, നമ്മൾ ഈ സമയത്തൊക്കെ ഇത്തരം മനുഷ്യരുടെ കൂടെ ഈ പറയുന്ന മനുഷ്യാവകാശ പ്രശ്നങ്ങളിൽ കൂടെയൊക്കെ നിന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരം വിഷയങ്ങളിൽ നമുക്ക് വലിയ താല്പര്യമുണ്ട്, അതിൻ്റെ പിന്തുടരുകയൊക്കെ ചെയ്തിട്ടുണ്ട്. എന്തായാലും സംസ്ഥാന അവാർഡിന് ഞാൻ 2023 തന്നെ കൊടുത്തിരുന്നു, പക്ഷേ പരിഗണിക്കപ്പെട്ടിട്ടില്ല. അപ്പോൾ ഏതായാലും കേന്ദ്ര തലത്തിൽ ഇത് പരിഗണിക്കപ്പെട്ടതിൽ എനിക്ക് വലിയ സന്തോഷമാണ്. പ്രശസ്ത നടൻ കലാഭവൻ നവാസ് അന്തരിച്ചു. 51 വയസ്സായിരുന്നു. അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന പ്രകമ്പനം എന്ന സിനിമയുടെ ഷൂട്ടിംഗ് കഴിഞ്ഞ് ചോറ്റാനിക്കരയിലെ ഹോട്ടൽ മുറിയിലെത്തിയതായിരുന്നു. മുറിയിൽ മരിച്ചു കിടക്കുന്നതായി റൂം ബോയ് ആണ് കണ്ടത്. അഭിനയിച്ചുകൊണ്ടിരുന്ന പ്രകമ്പനം എന്ന ചിത്രത്തിന്റെ അവസാന ഷെഡ്യൂൾ പൂർത്തിയാക്കി ഹോട്ടൽ മുറി വെക്കേറ്റ് ചെയ്യാനായാണ് നവാസ് എത്തിയതെന്നാണ് വിവരം. എന്നാൽ ഏറെ നേരമായിട്ടും ആളെ കാണാത്തതിനാൽ റൂം ബോയ് അന്വേഷിച്ച് ചെന്നപ്പോഴാണ് നവാസിനെ മരിച്ച നിലയിൽ കണ്ടത്. ഇടവേളയ്ക്ക് ശേഷം സിനിമയിൽ സജീവമായി വരികയായിരുന്നു നവാസ്. മലയാളത്തിലെ നിരവധി നടന്മാരെ പോലെ മിമിക്രി വേദിയിലൂടെയാണ് നവാസിന്റെയും കലാജീവിതത്തിന്റെ തുടക്കം. 1995 പുറത്തിറങ്ങിയ ചൈതന്യം എന്ന ചിത്രത്തിലൂടെയാണ് സിനിമാ അരങ്ങേറ്റം. 40-ലധികം മലയാള ചലച്ചിത്രങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട്. ചലച്ചിത്ര നടൻ അബൂബക്കറിന്റെ മകനാണ് നവാസ്. നടി രഹനയാണ് ഭാര്യ.
മുൻ ഇന്ത്യൻ താരം ഖാലിദ് ജമീൽ ഇന്ത്യൻ ഫുട്ബോൾ ടീം പരിശീലകനാകും. 3-അംഗ ചുരുക്കപ്പട്ടികയിൽ നിന്ന് അഖിലേന്ത്യാ ഫുട്ബോൾ ഫെഡറേഷൻ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയാണ് പുതിയ പരിശീലകനെ തെരഞ്ഞെടുത്തത്. 13 വർഷത്തിന് ശേഷമാണ് മുഖ്യ പരിശീലകനായി ഒരു ഇന്ത്യക്കാരൻ എത്തുന്നത്. സാവിയോ മദേരയ്ക്ക് ശേഷം ഇന്ത്യൻ ഫുട്ബോൾ ടീമിന്റെ പരിശീലക സ്ഥാനത്തേക്ക്, അതും മനോലോ മാർക്കുസിന്റെ പിൻഗാമിയായി. ഇന്ത്യക്ക് വേണ്ടി കളിക്കളത്തിൽ ജേഴ്സി അണിഞ്ഞിട്ടുണ്ട് ഈ 48-കാരൻ. 170 പേരാണ് ഇന്ത്യൻ ഫുട്ബോൾ ടീം പരിശീലകനാകാൻ അപേക്ഷിച്ചത്. എന്നാൽ അന്തിമ ചുരുക്കപ്പട്ടികയിൽ ഇടം പിടിച്ചത് 3 പേർ മാത്രം. IM വിജയന്റെ നേതൃത്വത്തിലുള്ള ടെക്നിക്കൽ കമ്മിറ്റിയാണ് പേരുകൾ ശുപാർശ ചെയ്തത്. മുൻ ഇന്ത്യൻ പരിശീലകൻ സ്റ്റീഫൻ കോൺസ്റ്റന്റൈൻ, സ്ലോവോക്കിയൻ പരിശീലകൻ സ്റ്റെഫാൻ തെർക്കോവിച്ച് എന്നിവരെ പിന്തള്ളിയാണ് ഖാലിദ് ജമീൽ ഇന്ത്യൻ ടീമിന്റെ പരിശീലകനാകുന്നത്. നിലവിൽ ഇന്ത്യൻ സൂപ്പർ ലീഗ് ക്ലബ് ജംഷഡ്പൂർ FCയുടെ പരിശീലകനാണ് ജമീൽ. മുമ്പ് ഈസ്റ്റ് ബംഗാളിന്റെയും മോഹൻ ബഗാന്റെയും മാനേജറായി സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. 2017 ഐസ്വാൾ FCയെ I ലീഗ് ജേതാക്കളാക്കിയതും ISLൽ ജംഷഡ്പൂരിന്റെ വിജയക്കുതിപ്പും ഖാലിദിന്റെ നേട്ടങ്ങളുടെ പടികളായി. പുതിയ സാഹചര്യത്തിൽ ഇന്ത്യൻ പരിശീലകനാകും ഉത്തമമെന്ന നിലപാടിലേക്ക് AIFF എത്തുകയായിരുന്നു. വിദേശ കോച്ചിനെ കൊണ്ടുവരാനുള്ള സാമ്പത്തിക ശേഷിയും ഖാലിദിലേക്ക് എത്താനുള്ള മറ്റൊരു കാരണമായി. ഫിഫ റാങ്കിങ്ങിൽ 133-ാം സ്ഥാനത്താണിപ്പോൾ ഇന്ത്യ. ഇവിടെ നിന്ന് ടീമിനെ ഉയർത്തിക്കൊണ്ടുവരികയെന്ന കടുത്ത വെല്ലുവിളിയാണ് ഖാലിദിനെ കാത്തിരിക്കുന്നത്. ഒക്ടോബർ 9 ഏഷ്യാ കപ്പ് യോഗ്യതാ റൗണ്ടിൽ സിംഗപ്പൂരിനെതിരെയാണ് ഇന്ത്യയുടെ അടുത്ത മത്സരം. സ്പോർട്സ് ഡെസ്ക്, അമൃത TV. ഇതോടെ റിലീസ് വാർത്തകൾ പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശദാംശങ്ങൾക്കും അമൃത ന്യൂസ് യൂട്യൂബ് സന്ദർശിക്കുക. നമസ്കാരം.